Hello friends, welcome back to my channel. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല ഭംഗിയുള്ളൊരു ടോപ്പാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഓൾറെഡി ഒരു ഫ്രോക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു വൈറ്റും പിങ്കും ആയിട്ടുള്ള തുണി കൊണ്ട്. അതിന്ന് ബാക്കി വന്ന പീസും അതുപോലെ തന്നെ നമ്മുടെ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു കട്ട് പീസും ജോയിൻ ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള ടോപ്പാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കട്ട് പീസ് നമ്മൾ ഫ്രണ്ടിലേക്ക് മാത്രമേ വെക്കുന്നുള്ളൂ, അതുപോലെ സ്ലീവിലേക്കും കട്ട് പീസാണ് വെക്കുന്നത്. ബാക്കി എല്ലാവരും തന്നെ ആ വൈറ്റിൽ ആ പിങ്ക് ഡിസൈൻ വരുന്ന മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതേ നമ്മൾ ആദ്യം അത് ജോയിൻ ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മുടെ ചുരിദാറിന് ടോപ്പിന് വേണ്ടുന്നതായ മെഷർമെൻറ്റ്സ് എല്ലാം അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് അറിയാമെങ്കിൽ ചെറിയ തുണി കൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര ഭംഗിയായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഡിസൈൻസൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതേ നമ്മുടെ മെഷർമെൻറ്റ്സ് എല്ലാം നല്ല ഭംഗിയിൽ മാർക്ക് ചെയ്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കൊരു ടോപ്പ് തയ്ക്കാനായിട്ട് മിനിമം 2 മീറ്റേഴ്സ് ഇല്ലാതെ നമുക്ക് തയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഇതുപോലത്തെ ചെറിയ ട്രിക്കൊക്കെ യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ 2 മീറ്റേഴ്സ് തുണി വേണമെന്നില്ല. നമ്മുടെ ഓൾറെഡി ഉള്ള തുണിയും പിന്നീട് നമ്മുടെ ഏതാ കട്ട് പീസസ് എല്ലാം അത് വെച്ചിട്ട് നല്ല ഭംഗിയിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, നമ്മുടെ കണ്ടൻസ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഇതുപോലത്തെ കണ്ടൻസ് കാണാൻ ആഗ്രഹമുള്ളവരിലേക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. ഒരു ടോപ്പ് എടുക്കാൻ പോകാന്ന് വെച്ചെങ്കിൽ കുറഞ്ഞതൊരു 400-500 ഇല്ലാതെ നിങ്ങൾക്ക് എന്തായാലും ഒരു നല്ലൊരു ടോപ്പ് ലൈനിങ് വർക്കിന് കിട്ടില്ല. അപ്പോൾ അതേ നമ്മുടെ കുറച്ച് തുണികളുണ്ടെങ്കിലും എങ്ങനെ അതിനെ ക്രിയേറ്റീവായിട്ട് ഒരു ടോപ്പാക്കി മാറ്റാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത്. ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ പീസസ് ആയിട്ട് തുണി ഉണ്ടെങ്കിലും ഇതിനെക്കാട്ടിയും വെറൈറ്റി ആയിട്ട് നിങ്ങൾക്കും നല്ല ഭംഗിയുള്ള ടോപ്പായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മൾ അത്യാവശ്യം എമൗണ്ട് നമ്മൾ സേവ് ചെയ്യുന്നുണ്ട്. സ്കിൽസ് പഠിക്കുന്നതാണ് ഏറ്റവും വലിയ അസറ്റ്. നിങ്ങൾക്ക് എത്രമാത്രം സ്കിൽസ് ഉണ്ടോ അതിനനുസരിച്ച് നിങ്ങൾ എത്രമാത്രം സമ്പന്നനാണ് കേട്ടോ. അപ്പോൾ അതേ ഒരു ചെറിയ സ്കില്ലിലൂടെ നമുക്ക് ഒത്തിരി ഇൻകംസ് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് മേക്കിംഗ് മണി എന്നുള്ളത് ഒരു സ്കില്ലാണ്. അപ്പോൾ മണി ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു സ്കിൽസ് പഠിക്കുന്നുണ്ട്. ആ സ്കിൽസ് നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ അതിനനുസരിച്ച് മണിയും ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ചെറിയ ട്രിക്കാണെങ്കിലും നിങ്ങൾക്കൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐഡിയ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതേ നമ്മുടെ ടോപ്പിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ബാക്കിൽ പ്ലെയിനാണ്, നമ്മൾ ഒരു പീസ് മാത്രമേ ഉള്ളൂ, പക്ഷേ ഫ്രണ്ടിലാണ് നമ്മൾ ജോയിനിങ് കൊടുത്തിട്ട് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതേ നമ്മുടെ സ്ലീവും കൂടിയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മളുടെ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ അതേ ഭയങ്കര സിമ്പിളായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതാണ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണേ.
അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും യൂണിക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ലൈനിങ് പീസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്, എന്നിട്ട് കട്ട്സ് ഇട്ടിട്ട് മറിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതേ നല്ല ഭംഗിയിൽ നമ്മുടെ നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഷോൾഡേഴ്സ് ജോയിൻ ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ സൈഡ് അടിച്ച് കഴിഞ്ഞിട്ട് സ്ലിറ്റും കൂടി അടിച്ചാൽ ഇതാന്ന് പറയുമ്പോൾ നല്ല ഭംഗിയുള്ള ടോപ്പ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഫൈനലി നമ്മുടെ ടോപ്പ് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. പുതിയൊരു ടോപ്പ് വാങ്ങിച്ച പോലെ അതേ ലുക്ക് തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇങ്ങനെ കട്ട് പീസ് കൊണ്ട് അടിച്ചതാണെന്ന് നമ്മൾ പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ. അങ്ങനെ നല്ല ഭംഗിയിലാണ് നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് നമ്മളിന്ന് തയ്ച്ചെടുത്തിട്ടുള്ളത്. ഇതിലൂടെ നമുക്ക് എത്ര എമൗണ്ട് സേവ് ആയി എന്നുള്ളത് തയ്ക്കുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അത് ഈ മണി മേക്കിംഗ് എന്നുള്ളൊരു സ്കില്ലാണ്. ആ സ്കില്ലാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് സർവൈവ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. നെക്സ്റ്റ് വീക്കിൽ അടിപൊളി ആയിട്ട് കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.